ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത് ഈ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാം ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റ് എന്ന നിലയ്ക്കാണ് ഇത് രൂപം കൊണ്ടിരുന്നത്. 1968 ഇത് രൂപം കൊള്ളുമ്പോൾ ഗവർണർ, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു ട്രസ്റ്റായിരുന്നു. പക്ഷേ അത് പിന്നീട് ഘട്ടം ഘട്ടമായി മാറി. അതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഘടന മാറുന്നു, പുനഃസംഘടിപ്പിക്കുന്നു. പിന്നീട് 1985 ഇത് കരുണാകരൻ സർക്കാർ ഇവർക്ക് പതിച്ചു നൽകുകയാണ് ഈ ട്രസ്റ്റിന്. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ ഒരു അച്ഛൻ മകൾ ബന്ധത്തിലേക്ക് ഒതുക്കി ചർച്ച ചെയ്യാവുന്ന തലത്തിലേക്ക് ആ ട്രസ്റ്റിൻ്റെ സ്വഭാവം മാറുന്നത്. ഇതാണ് അതിൻ്റെ വളർച്ച. ഏറെക്കാലം നീണ്ടുനിന്ന ഒരു ഗൂഢാലോചന ഇതിൽ സ്വാഭാവികമായും മണക്കാവുന്നതാണ്. ഇതിന് ഏതു നിലവാരത്തിലുള്ള ഒരു അന്വേഷണമാണ് ആവശ്യം? നിയമപരമായി ഈ വിഷയങ്ങളെ ഏത് തരത്തിൽ ആരാണ് നേരിടേണ്ടത്? ഞാൻ സാങ്കേതികമായ ഒരു തിരുത്തു വരുത്തിക്കോട്ടെ ആദ്യം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വരാം അതിനു മുൻപ്. അതായത് ഹർഷൻ പറഞ്ഞ അതൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഈ ലാൻഡ് 1968 കൊടുക്കുമ്പോൾ അന്നത്തെ അസംബ്ലിയിൽ പറഞ്ഞത്, ശ്രീ എം എൻ ഗോവിന്ദൻ നായർ പറഞ്ഞത്, ഈ ലാൻഡ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റിക്ക് ഒരു കോളേജ് നടത്താൻ ആണ് എന്ന് മാത്രമാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു സൊസൈറ്റിയിലേക്ക് ഈ ലാൻഡ് കൊണ്ടുവന്നതായി ഒരു രേഖയും ഇപ്പോഴും ഇല്ല. അത് വളരെ ക്ലിയർ ചെയ്യണം. അതായത് ഗവർണറെ ചീഫ് പേട്രനാക്കി, മുഖ്യമന്ത്രിയെ പേട്രനാക്കിക്കൊണ്ടുള്ള ഒരു സമിതിക്കാണ് 12 ഏക്കർ സ്ഥലം കൊടുക്കുന്നതെന്ന് അസംബ്ലിയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും രേഖകൾ പ്രകാരം എങ്ങും അത്തരത്തിലൊരു സമിതി, അത്തരത്തിലൊരു സൊസൈറ്റിക്ക് ഈ ലാൻഡ് കൈമാറിയതായി കാണുന്നില്ല. പകരം 1966 രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ടാക്സ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി, അതിനകത്ത് അന്ന് സ്ഥാപക അംഗങ്ങളായിരുന്ന 7 പേർ, കളത്തിൽ വേലായുധൻ സാർ ഉൾപ്പെടെ, പിന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സമിതി സൊസൈറ്റിക്ക് ലാൻഡ് കൊടുത്തതായിട്ട് കാണുന്നത്. നിയമപരമായി ഇങ്ങനെ അസംബ്ലിയിൽ പറഞ്ഞെങ്കിലും അത് പ്രാവർത്തികമായി അത് നടപ്പിലാക്കിയിട്ടില്ല എന്ന കാര്യം കൂടെ പ്രത്യേകം. തീർച്ചയായും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നിയമപരമായി ഇതിന് എല്ലാ തരത്തിലുമുള്ള നിലനിൽപ്പിന് വേണ്ട സാധ്യത പരിശോധിച്ചിട്ടും അത് നടപ്പാക്കിയിട്ടുമായിരിക്കുമല്ലോ ഈ ഭൂമി ഈ നിലയ്ക്കൊരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്. അതിന് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്? അതിന് നിയമപരമായി ഏത് തരത്തിലാണ് നീങ്ങാൻ കഴിയുക? അത് ഇപ്പോൾ നടന്നതുപോലെ ഒരു സിൻഡിക്കേറ്റ് ഉപസമിതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയമല്ല ഇത്. ഒരു പൊതു ട്രസ്റ്റ് എന്ന നിലയിൽ ആരംഭിക്കുകയും പൊതുമുതൽ കൈക്കലാക്കുകയും ചെയ്തതിന് ശേഷം ഒരു സ്വകാര്യ ഏർപ്പാടായി അത് മാറിയിരിക്കുകയാണ്. ഒരു അച്ഛൻ്റെയും മകളുടെയും, ഇപ്പോൾ പറഞ്ഞതുപോലെ മകൻ്റെ കാമുകിയോ ഭാര്യയോ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അവർക്കതൊക്കെ ആവാം, അല്ല, നമ്മളാരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ അത് നമ്മുടെ പൊതുമുതലും പൊതു സ്വത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവരുത്, അത് അവരുടെ സ്വകാര്യ സ്വത്താക്കിക്കൊണ്ടാവരുത്. അവിടെയാണ് ഇടപെടൽ വേണം. കുറേ കൂടി വിപുലമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. മകളെപ്പോലെയല്ല ശ്രീ നാരായണൻ നായർ ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് നിയമപരമായ പഴുതുകൾ അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള ആളാണ്. അവിടെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചൂണ്ടിക്കാണിക്കുന്ന ന്യൂനതകൾ പലതും അയാൾ ഒരുപക്ഷെ പരിഹരിച്ചിട്ടുണ്ടാകാം, നമുക്കതൊന്നും അറിയില്ല. പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം പോലും ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പോൾ മാധ്യമ പ്രവർത്തനം കേരളത്തിൽ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ നിലപാടുള്ള നമ്മുടെ അഭിഭാഷകരില്ലേ, അവരുടെ സംഘടനകളില്ലേ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഈ നിയമ വിദ്യാർത്ഥികൾ നാളെ അഭിഭാഷകരായി അവരുടെ സംഘടനയിൽ ചേരേണ്ടവരാണല്ലോ. അപ്പോൾ കേരളത്തിലെ നിയമവിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ പോലും ഒരു അഭിപ്രായം പറയാൻ കഴിയാത്തവരാണ് നമ്മുടെ അഭിഭാഷകരും അവരുടെ സംഘടനകളും. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീ നാരായണൻ നായരുടെ ശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ബലമാണ്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടെ കുറെ കൂടി ഉയർന്ന തലത്തിലുള്ള നിയമപരമായ അന്വേഷണം ഈ എല്ലാ ഇടപാടുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ജയ്ക്ക് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമപ്രവർത്തനം എങ്ങനെ വേണമെന്ന് അഭിഭാഷകർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു സംവിധാനത്തിനുള്ളിൽ നടക്കുന്ന ഈ പ്രശ്നത്തെ അവരെങ്ങനെ നേരിടുന്നു എന്ന പ്രശ്നം കൂടി വളരെ സജീവമായി നമ്മൾ ആലോചിക്കേണ്ടതും കൗതുകത്തോടെ കാണേണ്ടതുമാണ്. എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ? ആ തർക്കത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ എല്ലാ പ്രവർത്തകരും തന്നെ എല്ലാ ദിവസവും സമരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർക്ക് അഭിവാദ്യമായി എത്താറുണ്ട്. ഈ സമരം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്യാറുണ്ട്. നമ്മൾ ആ ലോ അക്കാഡമിയുടെ സമരപ്പന്തലിൽ പോകുമ്പോൾ അറിയാം, SFIയുടെ സമരത്തിൻ്റെ കൊടികൾക്കൊക്കെ സമീപം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ നിരവധി കൊടികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അവർ ഇതിനകത്ത് കക്ഷി ചേർന്നില്ല എന്നൊരു വിവരം വസ്തുതാവിരുദ്ധമാണ്. അത് ശരിയല്ല. അവർ കക്ഷി ചേർന്നിട്ടുണ്ട്, അവർ ഈ വിഷയത്തിൽ നിലപാടും എടുത്തിട്ടുണ്ട്. ജയ്ക്ക്, അവസാനമായി ഈ പ്രിൻസിപ്പലിനെ തെറി പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ചാനലുകളിൽ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം
മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി എവിടെ പോയിരിക്കുന്നതാണ് എന്ന് ഈ 15 ദിവസത്തെ സമരത്തിന് ശേഷം നിങ്ങളുടെ ഈ സമര തീച്ചൂടെല്ലാം കണ്ടതിന് ശേഷം അതെല്ലാം കൊണ്ടതിന് ശേഷവും ശക്തയായി നിന്ന് പറയാൻ ലക്ഷ്മി നായർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന അഭ്യർത്ഥനയ്ക്കോ നിർദ്ദേശത്തിനോ ഒക്കെ പ്രസക്തിയുണ്ട് എന്നുകൂടി കരുതേണ്ടി വരും. ഒരു സംശയവും വേണ്ട ശ്രീഹർഷൻ, ഇവർ എത്രമാത്രം ഇതിനെ വൈകിപ്പിക്കാൻ വേണ്ടി പോകുന്നോ അത്രമാത്രം നാണം കെട്ട ചരിത്രത്തിലെ ഏറ്റവും ഏകാധിപതിയായ പ്രിൻസിപ്പിളായി ഇവരുടെ നാളെയുടെ വിദ്യാർത്ഥി ലോകം ഈ പ്രിൻസിപ്പിളിനെ വിലയിരുത്തപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഹിറ്റ്ലർ വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. ഹൊസ്നി മുബാറക്കിൻ്റെ സ്ഥിതി നമുക്കറിയാം. എന്തായിരുന്നു കേണൽ ഗദ്ദാഫിക്ക് സംഭവിച്ച അന്ത്യം എന്തായിരുന്നു നമുക്കറിയാം. എല്ലാ ഏകാധിപതികളുടെയും ചരിത്രം ഇതായിരുന്നു. കാക്കനാടൻ പണ്ട് പാടിയിട്ടുള്ളതുപോലെ എല്ലാ ഏകാധിപതികളും നിർദ്ദയമായി ചരിത്രത്തിൻ്റെ വിചാരണയ്ക്ക് വേദിയാക്കപ്പെടും. എല്ലാ കോട്ടകൊത്തറുകളും പുരാവസ്തുക്കളാക്കപ്പെടുന്ന കാലം വിദൂരമല്ല. അതേപോലെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമരത്തിന് മുമ്പിൽ ലോ അക്കാഡമി എന്ന് പറയുന്നത് തകർത്തെറിയാൻ പറ്റാത്ത ഒരു ബിംബവുമല്ല. ആ ലോ അക്കാഡമിയുടെ എത്ര കരുത്തുറ്റ എത്ര രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രിൻസിപ്പളാണെങ്കിലും അവരും ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും ദയനീയമാം വിധം ഇന്ന് ആർത്തുടരുന്ന വിദ്യാർത്ഥി ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കുക തന്നെ ചെയ്യും. ആ അനിവാര്യമായ പതനത്തിൻ്റെ മുമ്പിലായിരിക്കും ഈ കേരള ലോ അക്കാഡമിയുടെ ഐതിഹാസികമായ വിദ്യാർത്ഥി സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുക. നന്ദി ശ്രീ ജെയ്ക് തോമസ്, ഒപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ വി മുരളീധരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.